പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 10 ആമേൻ, തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയത്. ഓർത്ത് കർത്താവിന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന പിതാവിനെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് മാറാത്തവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിലും ഈ പ്രഭാത സന്ദേശവുമായി കർത്താവെ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, ദൈവവചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഈ പ്രിവിലേജിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഇങ്ങനൊരു മാധ്യമം കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവർ എവിടെ നിന്ന് കേൾക്കുന്നു ആ സ്ഥലത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, നിൻ്റെ മക്കൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. അവർ കേൾക്കുന്ന ആ ദേശത്തിന് സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. കർത്താവെ, ഇവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർ അനുഭവിക്കട്ടെ, ദൈവകൃപ അവർ അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആത്മീക അനുഭവങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. കർത്താവേ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ട്രീറ്റ്മെൻറ്റ് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അപ്പോൾ അങ്ങേക്കൊന്നും അസാധ്യമല്ല. അങ്ങ് എല്ലാ രോഗത്തിനും വൈദ്യനെന്ന് തിരുവെടുത്ത് പറഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എത്ര കഠിനമായ രോഗാവസ്ഥയാണെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ശരീരത്തിൽ സൗഖ്യമായി വ്യാപരിക്കട്ടെ. ആമേൻ. മനസ്സിൽ സമാധാനവും ധൈര്യവും ശരീരത്തിൽ സൗഖ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ. പൂർണ്ണ സ്വസ്ഥത തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗത്തിൻ്റെ ആ അവസ്ഥയ്ക്കകത്തുനിന്ന്, രോഗത്തിൻ്റെ ബന്ധനത്തിനകത്ത് നിന്ന് യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾ പുറത്തു വരുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ ജോലിയോടുള്ള ബന്ധത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കകത്തുനിന്നും കർത്താവ് പുറത്തു കൊണ്ടുവരണം. കർത്താവെ, ജോലി സ്ഥലത്തുള്ള അസ്വസ്ഥതകൾ, ആമേൻ ആമേൻ, കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മാറി തൻ്റെ കുഞ്ഞുങ്ങൾ ജോലി സ്ഥലത്ത് സ്വസ്ഥരായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ലോകവ്യാപകമായ ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന വൈകിട്ട് നടക്കുവാനുള്ള മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഹിതം ഇന്നത്തെ മീറ്റിങ്ങിൽ വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തി കാണാൻ സഹായിക്കണം. അസാധാരണ ദൈവകൃപ കാണുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് തന്നെ ജനത്തെ കൂട്ടിവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിംഗ് നടക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആരും തന്നെ മീറ്റിങ്ങിനെ മുടക്കരുത്, ഉദാസീനരാകരുത്. ആമേൻ. നിശ്ചയമായിട്ടും പങ്കെടുക്കുക, പ്രാർത്ഥനയോടെ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, ഇന്ന് പ്രഭാതത്തിൽ വളരെ സുപരിചിതമായ വേദഭാഗം, ഇന്നലെ വായിച്ച വേദഭാഗത്തിൻ്റെ അടുത്ത വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ
നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചനമാണ് നമ്മൾ വായിക്കുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. യേശുവിനെ കർത്താവായി സ്വീകരിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ അതിനകത്ത് ഒരു വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞ് ചിന്താകുലമില്ലാത്ത ജീവിതമാണ്. ചിന്തിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ചിന്തിക്കാൻ വിഷയങ്ങളില്ലാഞ്ഞിട്ടല്ല. പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ചിന്താകുലം മുഴുവനും അവൻ്റെ മേൽ ഇട്ടുകൊള്ളണം. അപ്പം ഇത് വളരെ വലിയ പ്രാക്ടിക്കലി നമ്മൾ പഠിച്ചിരിക്കേണ്ടതായ ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ ചിന്താകുലങ്ങളില്ലാതെ ഭൂമിയിലായിരിക്കണം. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവ് അതിന് നമുക്ക് വഴി പറഞ്ഞു തരിക. എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുകയില്ല എന്നോ അല്ല. പക്ഷേ പ്രശ്നങ്ങളുടെ മുഴുവൻ ഭാരവും നമ്മുടെ തലയിലേക്ക് വെക്കാനല്ല പറഞ്ഞത്. ദൈവം പറഞ്ഞു, നിൻ്റെ ചിന്ത നീ വഹിക്കേണ്ട, അത് കർത്താവിൻ്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ചിന്തകൾ അവൻ്റെ മേൽ ഇട്ടുകൊടുക്കുക. പത്രോസ് പറയുന്നത് കുറച്ച് ചിന്തകളെന്നല്ല, നിൻ്റെ സകല ചിന്തകളും. ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ, നാളെയെക്കുറിച്ചുള്ള ചിന്ത, കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത, ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത, മക്കളെക്കുറിച്ചുള്ള ചിന്ത, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത എന്ന് വേണ്ട സകലവും. നമ്മുടെ പ്രശ്നം എന്താ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളത് കർത്താവിൻ്റെ ഒരു ബുദ്ധിമുട്ടാകണ്ട എന്ന് പറഞ്ഞ് അത് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മാറാത്തത്. പ്രാർത്ഥനയിൽ നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമല്ല, അത് കർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നോക്കുക എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കി, അവൻ നമുക്കായി കരുതുന്നതാകിയാൽ. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിഷയങ്ങളെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്? കാരണം കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു അപ്പനുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ വരുന്നതിനേക്കാൾ മുമ്പേ കർത്താവ് കണ്ടു. നമ്മുടെ പ്രയാസങ്ങൾ നമ്മളെക്കാൾ മുമ്പേ കണ്ടു. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? അവൻ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ആ വിഷയത്തിൻ്റെ സൊല്യൂഷൻ കർത്താവ് കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബോധ്യമാണ്, കർത്താവ് അറിയാതെ ഒന്നും എൻ്റെ ലൈഫിലില്ല. കർത്താവ് എനിക്ക് വേണ്ടി സകലതും നിർവഹിച്ചു തരും. കർത്താവ് എനിക്ക് വേണ്ടി സകലതും പ്രവർത്തിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ കർത്താവിൻ്റെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരി, ശൗമേലിൻ്റെ പുസ്തകത്തിൽ ഹന്ന കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുക. ഹന്ന ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചു, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. പിന്നെ വേദപുസ്തകം പറയുന്നത് ഹന്നായുടെ മുഖം വാടിയില്ല. അതാണ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുള്ള ഒരു പ്രത്യേകത. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖം വാടരുത്. മുഖം വാടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിനെക്കുറിച്ച് പിന്നെയും ആകുലപ്പെടുന്നത് കൊണ്ടാണ്. പക്ഷേ പ്രാർത്ഥിച്ചു നമ്മളൊരു വിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ പിന്നെ നമ്മുടെ മുഖം എന്ത് ചെയ്യാൻ പാടില്ല? വാടാൻ പാടില്ല. അതായത് നമ്മുടെ ഉള്ളിൽ പിന്നെ വറീസ് വരരുത്. നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചു, പിന്നെ നമുക്ക് വേണ്ടത് ഫെയ്ത്താണ്. അപ്പോൾ വറീസ് വരുമ്പോൾ ഓർത്തോണം, നമുക്ക് എന്തില്ല? ഫെയ്ത്ത് ഇല്ല. നമ്മൾ വറി ചെയ്യുമ്പോൾ കർത്താവ് ചിന്തിക്കും, കർത്താവ് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിരുന്ന് ആലോചിക്കുക. മറിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ, റിലാക്സ് ചെയ്യുമ്പോൾ, കർത്താവ് ഞാൻ ഈ വിഷയം നിൻ്റെ കൈ തന്നു, ഇനി അങ്ങായത് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് പ്രവർത്തിക്കും, നമ്മൾ റിലാക്സ് ചെയ്യും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ റിലാക്സ് ചെയ്യണം, കർത്താവ് വർക്ക് ചെയ്യണം. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് വറി ഫ്രീ ആയിട്ട് ജീവിക്കണമെങ്കിൽ, ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അപൂർണ്ണ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ആ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ടെന്നും നമ്മുടെ ആവശ്യങ്ങളെ അവൻ്റെ കാര്യങ്ങളിൽ സ്വതന്ത്രത്തോടെ അറിയിച്ചാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇന്ന് ഭാരപ്പെട്ട് നിലവിളിക്കേണ്ട ആവശ്യമില്ലെന്നും നമുക്കൊരു ബോധ്യം വരണം. കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക. എങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യും. അതുകൊണ്ട് നമ്മളും കർത്താവോട് ഒന്നിച്ചൊരു ഭാരം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് പറഞ്ഞു, നിൻ്റെ ഭാരം എൻ്റെ മേൽ ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് ആ ഭാരം എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുക. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യണം. എന്താണ്? ഞാൻ കർത്താവിനോട് പറയണം, എൻ്റെ വിഷയം ഇതാ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഞാൻ ചെയ്യണം. പക്ഷേ എൻ്റെ ഉത്തരവാദിത്വത്തിനും എൻ്റെ നിയന്ത്രണത്തിനും അപ്പുറത്തുള്ളത് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കും. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. എൻ്റെ ഭാവി കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്.
അതുകൊണ്ട് ഇന്ന് മുതൽ ജീവിതത്തിൽ ഏത് നിമിഷവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി അത് ഹാൻഡ് ഓവർ ചെയ്യണം. ആരുടെ കയ്യിലേക്ക്? കർത്താവിൻ്റെ കയ്യിലേക്ക്. എന്നിട്ട് സ്വതന്ത്രമായിട്ടിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ആമേൻ ആമേൻ ആ വലിയ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരണം. അതിന് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഭാരങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് മുതൽ ഈ വചനത്തിൽ ട്രസ്റ്റ് ചെയ്ത് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. അപ്പോൾ എന്താണ് കർത്താവ് പറഞ്ഞ്? നിങ്ങളുടെ ഭാരം എൻ്റെ മേലിടുക, എന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ട് നടക്കുക, സ്വസ്ഥമായിട്ട് നടക്കുക, സ്വതന്ത്രരായി നടക്കുക. കേട്ടോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയെ കണ്ടേ നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ബാലസിംഹങ്ങൾ വില കിട്ടാതെ വിശന്നിരുന്നാലും കർത്താവിനെ അന്വേഷിക്കുന്ന നമുക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. കരമുയർത്തിപ്പറ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ച് പെരുകും. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.